അയ്യോ പാവം. അപ്പം ഇതാണ് ആറ്റുകാൽ പൊങ്കാല. ഇടുപ്പ് വേദനയായിട്ടേ കുമ്പിടാൻ പറ്റാനിട്ടാന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. നേരാവണ്ണം പൊങ്കാല ഇടാനോ ഒരു മണി അരിയിടാനോ കുറേ മരവാണങ്ങൾ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊലെന്നെ മറ്റേ കാമത്തവളയും കാമക്കുയിലും കണ്ണും നട്ടിങ്ങനെ ഇരിക്കാണ്. ആരെങ്കിലും കുമ്പിടുന്നുണ്ടോ നോക്കാനേ, മറ്റേ സൂം ചെയ്യാനേ. നാണല്ലാത്ത കുറെ ക്യാമറ കണ്ണുകൾ. എന്തൊരവസ്ഥയാണെന്ന് നോക്കി. എന്നിട്ട് ഈ ക്യാമറ കണ്ണുകളുടെ കാരണം കൊണ്ടേ ആ കുട്ടി തോർത്തിട്ട് മൂടി. എന്നിട്ട് എന്താ ഉപകാരം? അതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ സൂം ചെയ്യാണ്. എന്നിട്ട് അവസാനം എന്താ കാട്ടിയെന്നറിയോ? മറ്റേ യുദ്ധത്തിന് വെട്ടുകൊള്ളാതിരിക്കാൻ മറ്റേ പരിചയം വെക്കൂലേ, അതേപോലെ ഈ മലവാണങ്ങളെ അടിയുന്നേ രക്ഷപ്പെടാൻ വേണ്ടിട്ടേ ഒരു പരിചയം ഇറക്കി. അതൊന്നും കണ്ടോക്കി. ഹലോ ഇതാ കണ്ടില്ലേ, രക്ഷാകവചായിട്ട് എന്താ കിട്ടിയ നോക്കി. ചോറിയിച്ചണ പ്ലേറ്റ്. എന്തൊരവസ്ഥയാണിത്. ഈ കാമക്കോയിലും മറ്റു ബാക്കിയുള്ള ആൾക്കാരെ എന്തുകൊണ്ട് പോലെ വീട്ടിലെ സ്ത്രീകൾ എങ്ങനെ വീഡിയോ എടുക്കണില്ല? വീട്ടിലുള്ളവരാരും കാണണ്ട, എന്നാൽ നാട്ടിലുള്ള പെണ്ണുങ്ങളെ പിന്നാലെ നടന്നിട്ടേ സൂം ചെയ്ത് ഇങ്ങനെ വീഡിയോ എടുക്കും. ഇതൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് നടക്കുന്ന വേറെയും പെണ്ണുങ്ങളുണ്ട്, അത് വേറെ. പക്ഷെ ഇങ്ങനെ സൂം ചെയ്ത് വീഡിയോ എടുക്കുമ്പോഴേ അതോർക്ക് ബുദ്ധിമുട്ടാന്ന് അറിഞ്ഞിട്ടേ പിന്നെയും വല്ല പാടത്ത് നോക്കുത്തികൾ നിൽക്കൂലേ, അതേമാതിരി ഇങ്ങനെ നിൽക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇവൻ്റെയൊക്കെ ചെണ്ടടിച്ച് പൊളിക്കാനേ ആളില്ലായിട്ടാണ്, വേറെ ഒന്നുമല്ല. പൊങ്കാലിടുന്ന കലത്തിൻ്റെക്കായും കൂടുതലേ ഇവലെ പോലുള്ള കുറെ മരവാണങ്ങളുടെ ക്യാമറ കണ്ണുകളാണ്. അതൊന്നും ഉണ്ടോക്കി. എന്താണ് മാറി നിൽക്കാനോ? ആരോടാ ചേച്ചി പറയണേ? ചോറും കഞ്ഞിയും വെള്ളമൊന്നും ഇല്ലാതെ ഫോണിൽ ഫുൾ ചാർജും ആക്കിയിട്ടേ ചാർജാക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഓലത്ത് മാറി നിൽക്കാനോ? ഓൽക്ക് കിട്ടേണ്ടത് കിട്ടിയാലേ ഓൽക്ക് സമാധാനമാവുള്ളൂ. എന്തൊക്കെയാണ് മൊബൈൽ പൊന്തുന്നു താഴുന്നു. നടി കുളത്തിലേക്ക് ചാടുമ്പോ ക്യാമറയും ചാടട്ടെ, അങ്ങനെയല്ലേ? ഒരുത്തൻ കടന്നിട്ടാ വീഡിയോ എടുക്കണ്ടെന്ന് തോന്നുന്നുണ്ട്. അതൊന്നും ഉണ്ടോക്കി. എന്താ അവൻ്റെയൊക്കെ ഒരു സുഷ്കാന്തി. ആദ്യല്ലേ ഈ ഫോണൊക്കെ അടവിന് കൊടുക്കണത് നിർത്തണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ അടവിന് ഫോൺ കൊടുത്തിട്ട് അത് തിരിച്ചടക്കാനും പറ്റാതെ ആ അടവ് എങ്ങനെയും തിരിച്ചടക്കാൻ വേണ്ടിയിട്ടേ സൂം ചെയ്ത് പെടാപ്പാട് വിടുന്ന ഒരു യുവ തലമുറ. കഷ്ടം തന്നെ ഈ മൊണ്ണയുടെ ജീവിതം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു പെണ്ണിന്റെ നേരൊക്കെ ഒരു മൊബൈലും കൊണ്ട് പോയി കഴിഞ്ഞാലേ ഓനകത്താ. ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇന്ന് എടുത്തോളിയും, കടന്നിട്ട് എടുത്തോളിയും, ഇരുന്നിട്ട് എടുത്തോളിയും, ഇതാ ഈ പോസ്റ്റിൽ എടുത്തോളിയും, ഇതാ മറ്റേ പോസ്റ്റിൽ എടുത്തോളിയും. എന്താ ഒരവസ്ഥ. ഇതിനൊക്കെ നല്ലോണം വളം വെച്ചു കൊടുത്തോളിയും. ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ അലാക്കിന്റെ ജിമ്മൊക്കെ കാട്ടിയിട്ട് സകല ക്യാമറയുടെ മുന്നിലേ മസിലൊക്കെ ഇങ്ങനെ വീർപ്പിച്ചിട്ട് ഓളെ പിന്നാലെ ഒരു ദിവസം പോലും തെറ്റാതെ ഈ കാമക്കോയിലൊക്കെ പിന്നാലെ നടന്നിരുന്നു. എന്നിട്ട് സകല പോസുകളിലേ ഓരോരോ വീഡിയോ എടുത്തിരുന്നു. എന്നിട്ട് അവസാനം എന്തായി? ഇതപ്പം അടുത്തേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടേ തൊള്ളട്ട് കരയുന്നു. എന്റെ മറ്റേ രീതിയിൽ വീഡിയോ എടുത്തു, എന്നിട്ട് മറിച്ച രീതിയിൽ അത് പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ മരക്കഴുതകൾക്ക് വേറെ പണിയൊന്നുമില്ല. രാവിലെ തന്നെ പല്ലും തേക്കാതെ ഒരു മൊബൈലും തൂക്കി പിടിച്ചിട്ടേ സകല തിയേറ്ററിന്റെ മുന്നിലും അമ്പലത്തിന്റെ മുന്നിലൊക്കെ പോയി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങളായിക്കൂടെ വരികയാണെങ്കിലേ ഓലെ മുന്നിൽ ഓടിച്ചെന്നിട്ടേ അമ്മ താഴെ വല്ല വീഡിയോ പിച്ച് എടുക്കട്ടെ എന്ന് വെച്ചു. അതൊക്കെ സഹിക്കാം. എന്നിട്ട് ഇവലെ ഒരക്കിയിൽ ഓരോരോ ചോദ്യങ്ങളുണ്ട്. ഉച്ചക്ക് ചോറിന് കോഴിമുട്ട ഉണ്ടായിരുന്നു. എന്നിട്ട് കോഴിമുട്ടക്ക് കുഞ്ചുണ്ടോ? എന്നിട്ട് ആ കുഞ്ചിന് എന്താണ് കളറ്? വെള്ളേ. ഒരുമാതിരി മറ്റേടത്തെ ചോദ്യങ്ങള്. ഓലെ ഉദ്ദേശം എന്താണെന്നറിയോ? ഓലെ അത്രയും നേരം അവിടെ പിടിച്ചു നിർത്തുക, എന്നാലുള്ള ഓൽക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിന് കിട്ടുള്ളൂ. എന്തായാലും ഇത്ര നാണല്ലാത്ത വർഗ്ഗങ്ങളെ വേറെ കണ്ടിട്ടില്ല. എന്നിട്ട് ഈ കൊള്ളരുതായ്മക്കൊക്കെ നിന്ന് കൊടുക്കുന്ന ആൾക്കാർ വേറെയുണ്ട്, അത് വേറൊരു സത്യം. എനിക്ക് സ്ത്രീകളോടാണ് പറയാനുള്ളത്, നിങ്ങളെ ശരീരം നിങ്ങൾ കാത്തു സൂക്ഷിച്ചോളി. ഇല്ലെങ്കിലേ നാളെ മറ്റന്നാ പല രൂപത്തിലും പല ഭാവത്തിലും അത് ലോകം മൊത്തം പ്രചരിക്കും. ഒരു കാര്യം നല്ലോണം ഓർത്തോളി, ഈ ക്യാമറ കണ്ണുകളൊക്കെ അല്ലേ അത് ഒരുപാട് കാമക്കണ്ണുകളെ അടുത്താണ്. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഇല്ലെങ്കിലേ സൂം ചെയ്തിട്ടേ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവർക്കൊന്നേ ഒരു നാണോമാനമല്ല ഒരു മടിയില്ല. ഇങ്ങനെ നിന്നൊടുക്കുമ്പോഴേ ഇതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇത്ര എനിക്കൊക്കെ പറയാനുള്ളൂ. എന്നാ പിന്നെ ശരി എന്നാ.